ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി ടൈംസ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണിത്. ഇന്നത്തേതൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ലേറ്റായിട്ടാണ് ഞാൻ ഈ ബാഗ് പാക്ക് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈവനിങ് ആണ് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ലേറ്റ് ആയത് എന്താണെന്നുള്ള റീസൺ ഞാൻ പിന്നീട് ആദ്യം തന്നെ ഞാൻ ബേബിയുടെ ബാഗാണ് പാക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കുഞ്ഞിനെ റിസീവ് ചെയ്യാനുള്ള ഒരു ടവലാണ്. ബോയ് ആണെങ്കിൽ ബ്ലൂ വാങ്ങണം, ഗേൾ ആണെങ്കിൽ പിങ്ക് വാങ്ങണം എന്നൊക്കെ ആദ്യം കരുതിയതാ. പിന്നീട് ഓർത്തു രണ്ടും വേണ്ട, വൈറ്റ് ആയിക്കോട്ടെ എന്ന്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മസ്ലിൻ ഫാബ്രിക്കാണ്. ആ വൈറ്റിൽ ചെറിയ ഫ്ലവേഴ്സിൻ്റെ പ്രിൻറ്റ് വരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് തന്നെയുമല്ല, എല്ലാം സെപ്പറേറ്റ് ബാഗിൽ ആക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ എടുക്കാനുള്ളവർക്ക് ഈസി ആണല്ലോ. അതുകൊണ്ടാണ് ഓരോന്നും ഓരോരോ ചെറിയ ചെറിയ ബാഗിലാക്കി വെക്കുന്നത്. വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ അത്യാവശ്യമുള്ള, അതായത് വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ചവറ് പോലെ ഒരു സാധനങ്ങളും വാരി വലിച്ച് ഞാൻ എടുത്തിട്ടില്ല. നെക്സ്റ്റ് ബോക്സിൽ വെച്ചിരിക്കുന്നത് കുഞ്ഞിൻ്റെ ജബ്ലാസും അതേപോലെ ബബ് ക്ലോത്തും ലങ്കോട്ടുമാണ്. ഇതെല്ലാം ക്ലോത്ത് വരുന്നത് മസ്ലിൻ ക്ലോത്താണ്. അതുപോലെ തന്നെ ജബ്ലാസ് ഞാൻ നോട്ടഡ് ജബ്ലാസും അതേപോലെ തന്നെ ബട്ടൺ വരുന്നതും രണ്ട് ടൈപ്പും വാങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് കുഞ്ഞിനിടുമ്പോൾ പ്ലെയിൻ വൈറ്റ് തന്നെ ഇടണമല്ലോ, അതുകൊണ്ട് കുറച്ച് പ്ലെയിൻ വൈറ്റ് ജബ്ലാസും പിന്നീട് വൈറ്റിനകത്തിൽ ചെറിയ ഡോട്ടുള്ളത് പിന്നീട് നമുക്ക് യൂസ് ആക്കണമെങ്കിൽ ആക്കാമല്ലോ എന്ന് കരുതി അങ്ങനെയുള്ളതും കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ബർബ് ക്ലോത്തും വരുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ്. അതും ഒരു 4-5 എണ്ണം, എല്ലാം അത്രയും ചെറിയ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിൻ്റെ ഡെയിലി തന്നെ ബാഗ് പാക്ക് ചെയ്യേണ്ടതായിട്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വളരെ ലേറ്റായി. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ളവരും പ്രായമുള്ളവരും ഒക്കെ പറയില്ലേ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും നേരത്തെ കരുതാൻ പാടില്ല എന്ന്. അത് കേട്ടിട്ടാണ്. എന്നാലും എനിക്കിഷ്ടമായിരുന്നു കേട്ടോ, കുഞ്ഞിനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കരുതി വെക്കണം എന്ന്. എന്നാലും എല്ലാവരുടെയും വാക്ക് നമ്മൾ അനുസരിക്കണമല്ലോ. കഴിഞ്ഞ തവണ ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ നേരിട്ട് അമ്മയോട് പറഞ്ഞു, ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങി കുഞ്ഞിനൊരു സാധനങ്ങളും കൊണ്ട് യൂസ് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ, അതായത് റിസീവിങ് ടവല് അതേപോലെ ഉടുപ്പുകൾ, ഇതെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അത് നേരത്തെ വാങ്ങി കഴുകി വെയിലിൽ ഉണക്കി അയൺ ചെയ്ത് വേണം കൊണ്ടുവരാനെന്ന്. അത് കേട്ടപ്പോൾ അമ്മയ്ക്കും കാര്യം മനസ്സിലായി. അപ്പോൾ അമ്മ തന്നെ എന്നോട് പറഞ്ഞു എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങി വെക്കാമെന്ന്. അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ വാങ്ങി കഴുകി വെയിലിൽ ഉണക്കി അയൺ ചെയ്തെടുത്തതാണ്. ഇത് കുറച്ച് വൈറ്റ് ക്ലോത്ത് കഴുകി ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. വലിയൊരു മൽമലിൻ്റെ മുണ്ട് വാങ്ങിയിട്ട് അത് കഴുകിയിട്ട് ചെറിയ ചെറിയ പീസാക്കി കീറി വെച്ചിരിക്കുന്നതാണ്. കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. പിന്നീട് 2 ഹൂഡഡ് ടവൽസ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ബ്ലാങ്കറ്റ് ടൈപ്പാണ്. കുഞ്ഞുങ്ങളാവുമ്പോൾ അവർക്കൊട്ടും തണുപ്പ് പറ്റില്ലല്ലോ, എപ്പോഴും ചൂടായിട്ട് തന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കണമല്ലോ അവരെ. അതുകൊണ്ട് 2 ഹൂഡഡ് ടവൽസ് കൂടി വാങ്ങിയിട്ടുണ്ട്. എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു എന്തൊക്കെയാണ് ബേബിയുടെ ബാഗിൽ പാക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നൊന്നും. കുറേ പേരുടെ ബാഗ് പാക്കിംഗ് വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊരു പാക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. എന്നിരുന്നാലും എനിക്ക് സ്വന്തമായിട്ട് തോന്നി ഇതൊക്കെ മതി എന്ന് തോന്നിയിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇത് പിന്നെ ഒരു ഹൂഡഡ് ബ്ലാങ്കറ്റാണ്. കുഞ്ഞിനെ ഇതിൽ വെച്ചിട്ട് പൊതിഞ്ഞ് വയ്ക്കാം. ഇത് യൂസ്ഫുൾ ആവുമോ എന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും വാങ്ങി. ഇത് നല്ല വലുതാകാൻ ചാൻസ് ഉണ്ട്, എങ്കിലും ഇരുന്നോട്ടെ, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാമെന്ന് വെച്ച് എടുത്തു വെച്ചതാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നീട് കുഞ്ഞിന് അത്യാവശ്യമായിട്ട് വേണ്ട മറ്റൊരു സാധനമാണ് ഡയപ്പർ. ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നമുക്ക് കുഞ്ഞിന് വെച്ച് കൊടുക്കുന്ന കോട്ടൺ ക്ലോത്ത് ഒന്നും കഴുകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഹോസ്പിറ്റൽ ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് ഒരു പാക്കറ്റ് ഡയപ്പർ വാങ്ങിയിട്ടുണ്ട്. ഡയപ്പറും കാര്യങ്ങളും ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തരും എന്നറിയാം, എങ്കിലും നമ്മളായിട്ട് കരുതി. പിന്നീട് ഒരു ബേബി ബെഡ് വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് കട്ടിയൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബെഡ്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണേ. ഇതിൻ്റെ ഒരുപാട് പ്രിൻറ്റ്സ് ഉണ്ട്, നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് എല്ലാം. ഇതിൻ്റെ ഒരു 5 പീസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഒറ്റ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, നമുക്കതിൻ്റെ ആവശ്യമേ വരുള്ളൂ. ബേബിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട 2 സാധനങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ഷീറ്റും 2 വെറ്റ് പൈപ്സും. ഇത് രണ്ടും നമുക്ക് പോകുന്ന വഴി വാങ്ങണം. അപ്പോൾ കുഞ്ഞുവാവയുടെ ബാഗൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് എൻ്റെ ബാഗ് സെറ്റ് ചെയ്യുക. ആദ്യമായിട്ടും അത്യാവശ്യമായിട്ടും വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് സാധനമാണ് ഹോസ്പിറ്റൽ ഫയൽസ്. എല്ലാ റെക്കോർഡ്സും ഇതിനുള്ളിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാണല്ലോ നമ്മുടെ മെയിൻ.
അടുത്ത സാധനം ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ്സും അതേപോലെ തന്നെ ATM കാർഡ്സും അങ്ങനെയുള്ള അതേപോലെ ഹോസ്പിറ്റൽ കാർഡ് ഇതെല്ലാം ഒരു ചെറിയ വാലറ്റിനകത്താക്കി വെച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ എനിക്കിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് ആണ്. എല്ലാം ഫീഡിങ് വരുന്ന കുറച്ച് ടോപ്സ് കുറച്ച് എടുത്തിരിക്കുന്നതെല്ലാം ഫീഡിങ് വരുന്ന ടൈപ്പ് ടോപ്സാണ്. ഇതുകൂടാതെ 3 ടോപ്സും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. എന്തിനാ ഇത്രയും ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എത്ര ഡേയ്സാണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരിക എന്നറിയില്ലല്ലോ. അപ്പോൾ പിന്നെ വീട്ടിൽ വരുന്നവർക്ക് എടുത്തുകൊണ്ട് വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. പിന്നീട് ഒരു കോട്ടൺ മുണ്ട് എടുത്തിട്ടുണ്ട്. ഇത് ലേബർ റൂമിലേക്കൊക്കെ ചോദിക്കും എന്ന് മറ്റുള്ളവരുടെ വീഡിയോസിൽ കണ്ടിട്ടെടുത്തതാണ്. ആവശ്യം വരുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഇരുന്നോട്ടെ. നെക്സ്റ്റ് എൻ്റെ ഇന്നേഴ്സാണ്. അതെല്ലാം ഞാൻ എടുക്കാനുള്ള എളുപ്പത്തിന് ഒരു ചെറിയ ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. നഴ്സിംഗ് ബ്രാസ് ആണ് എടുത്തിരിക്കുന്നത്, അതേപോലെ തന്നെ പാൻറ്റീസും. പിന്നെ ഒരു 3 ബാത്ത് ടവൽസ് എടുത്തിട്ടുണ്ട്. എനിക്കും അതേപോലെ തന്നെ ബൈസ്റ്റാൻഡേഴ്സ് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവർക്കും കൂടെ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അത്യാവശ്യം വേണമല്ലോ, ടോയ്ലറ്റിലൊക്കെ പോകാനാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. പിന്നെ വേണ്ട അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ് നമ്മുടെ ടാബ്ലറ്റ്സ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അത് മറക്കാതെ തന്നെ എടുത്ത് വെക്കേണ്ട ഒന്നാണ്. അതെല്ലാം ഞാൻ ഒരുമിച്ച് ഒരു പേഴ്സിനകത്താക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഇൻഹേലർ. എന്തോ അതില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത പോലെയാണ്, ശീലിച്ചു പോയി. പിന്നീട് അടുത്തതായിട്ട് കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ്. എനിക്ക് അത്യാവശ്യം എല്ലാം ഒന്നുമില്ല, എനിക്ക് അത്യാവശ്യം ഒരുങ്ങാനുള്ള കുറച്ച് ഐറ്റംസ് മാത്രം ഒരു പേഴ്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഹെയർ ബാൻഡ് കരുതുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. മറ്റൊന്നും കണ്ടല്ല, മറ്റുള്ളവരുടെയൊക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ലേബർ റൂമിൽ കയറുമ്പോൾ അവരുടെ വൈറ്റ് ക്ലോത്ത് കീറിയിട്ട് 2 സൈഡിലോട്ട് മുടി പിന്നിക്കെട്ടുന്നത്. അത് കാണുമ്പോൾ പേഴ്സണലി എനിക്കെന്തോ പോലെയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതുമായിരിക്കും ഇവൾ ടൂർ പോവാണോ എന്ന്. അന്നേരത്തെ സിറ്റുവേഷൻ ഒന്നും നമുക്കറിയില്ല, എങ്കിലും വെറുതെ എടുത്ത് വെച്ചതാണ്. ഇത് പെർഫ്യൂം ഒന്നും അല്ല കേട്ടോ, ഇതൊരു വിക്സിൻ്റെ റോൾ ഓൺ ആണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ യൂസ് ആക്കാമല്ലോ എന്ന് കരുതി ഒരു പേഴ്സിനുള്ളിൽ എടുത്തിട്ടതാണ്. പിന്നീട് നമുക്ക് വേണ്ട ബ്രഷും അതേപോലെ തന്നെ ടൂത്ത് പേസ്റ്റും സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പേഴ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു നെയിൽ കട്ടറും കൂടി കരുതി വെച്ചിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും എനിക്ക് വേണ്ട ബാഗിലും ഒരു ഐറ്റം ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, വിട്ടുപോയതാണ്. മെറ്റേണിറ്റി പാഡ് ഞാൻ വാങ്ങിയിട്ടില്ല, അതും പോകുന്ന വഴിക്ക് നമുക്ക് വാങ്ങാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.